അമ്മാവൻ ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ. എവിടെ പോയി? പുറത്തെങ്ങാണ്ട് പോയതാ. എപ്പോ വരും? സന്ധ്യയാവും. ഞാൻ എന്തിരുന്നോട്ടോ? അയ്യോ, സന്ധ്യ വരെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അതല്ലേ ഇപ്പൊ ഒന്നിരുന്നോട്ടോ. രസ്യം കപ്പ മലയം പോറാ. സരോ ഇവിടെ ഇല്ലേ? സരോ? സരോജിനി, അമ്മാവന്റെ രണ്ടാമത്തെ മോള്. വിവരമൊന്നും പറഞ്ഞില്ലേ? എന്ത് വിവരം? അമ്മാവന്റെ രണ്ടാമത്തെ മോള് സരോജിനിയെ എനിക്ക് കല്യാണം കഴിച്ച് തരാമെന്ന് പറഞ്ഞിരുന്നു. വിവരം ഇന്ന് പറയാമെന്നും പറഞ്ഞിരുന്നു. രാത്രി മുഴുവൻ എനിക്ക് ഉറക്കം വന്നില്ല. വെളുപ്പിന് എഴുന്നേറ്റ് പല്ല് തേക്കാതെയും കുളിക്കാതെയും ഞാൻ ഇഞ്ഞു പോന്നു. അങ്ങർക്ക് മക്കളുണ്ടെന്നും പറഞ്ഞു? ഒന്നല്ല, 3 എണ്ണം. 3 പെമ്മക്കൾ. അതിൽ രണ്ടാമത്തോളില്ലേ സരോജം, അവളെയാണ് എനിക്ക് ആലോചിച്ചത്. എന്നാ എനിക്ക് രണ്ടിനും പറയണം. ഞാൻ അറിയാതെ നിങ്ങൾക്ക് മക്കളുണ്ടല്ലേ? ബഹളം ഉണ്ടാക്കാൻ സത്യത്തിൽ ഞാൻ അവനോട് നുണ പറഞ്ഞതാ. എന്റെ അവസ്ഥ നിനക്കറിയാൻ പാടില്ല. നീ അറിയാതെ എനിക്ക് എങ്ങനെയാടി മക്കളുണ്ടാകുന്നത്? അല്ല, അമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ കെട്ടിയെടുക്കാൻ എന്തിനാണ് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? നമ്മുടെ കാര്യം പറഞ്ഞ് ഉറപ്പിക്കാം അമ്മാവ. ഇങ്ങേർക്കും എനിക്ക് മക്കളില്ല. അയ്യോ, അപ്പൊ പിന്നെ അന്ന് കാണിച്ചെന്നോ? അതും മക്കള് തന്നെ, എന്റെ അല്ല, വേറെ ആളിന്റെ. ഞാൻ എത്ര കാശ് ചെലവാക്കി. എന്നെ പറ്റിക്കണ്ടായിരുന്നു. കള്ളന് വേണ്ടി ആളുകളെ എങ്ങനെ പറ്റിക്കണോ മനുഷ്യ? ഇത് നടക്കുമെന്ന് വിചാരിച്ചു 4-5 മാസമായി ഞാൻ മറ്റൊരിടത്ത് അന്വേഷിച്ചിട്ട്. നീ ഒന്ന് ക്ഷമിക്കെന്റെ കിളി. എന്റെ കുടുംബത്തിൽ നല്ല മണി മോലത്തെ പെൺപിള്ളേരുണ്ട്. അതിലൊന്നിന് ഞാൻ നിനക്ക് ഏർപ്പാട് ചെയ്തു തരാം. അമ്മായി, ഈ പറയണെങ്കിലും നടക്കും. അമ്മാവന്റെ ബന്ധത്തിൽ പെണ്ണുങ്ങളുണ്ടോ? അതൊക്കെ ഉണ്ട്. അമ്മാവനും അമ്മായും കൂടെ ചേർന്ന് എന്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ ഒരു കരയ്ക്ക് അടുപ്പിക്കണം. അയ്യോ, കാപ്പ് കുടിക്കാനൊക്കെ ഞാൻ പിന്നെ വരാം അമ്മാവ. അല്ല, ഇടയ്ക്ക് നീ ആ ഷാപ്പ് വഴിയല്ലേ പറഞ്ഞത്? ഞാനും അങ്ങോട്ട് വരാം. വാസു, വാസു, ഞാൻ ആ മീനുവിന്റെ അച്ഛനെ കണ്ടേച്ചും വരിക. അവളുടെ കല്യാണം ഉടനെ നടത്തണമെന്നും പറഞ്ഞ് അയാൾ വലിയ നിർബന്ധമാണ്. ഞാൻ നിന്റെ കാര്യം പറഞ്ഞു. അയാളൊരു വല്ലാത്ത ആളാ. മീനുവിനെ നിനക്ക് കല്യാണം കഴിച്ചു തരുന്നതിന് അയാൾക്ക് ഒട്ടും സമ്മതമല്ല. വളർത്താനൊരു കൊച്ചുള്ളപ്പോ നീ വേറെ ഒരു കുടുംബം ഉണ്ടാക്കുന്ന എന്തിനാണെന്ന് അയാൾ ചോദിക്കുന്നേ. പറഞ്ഞു ഒടുവി ഞാൻ അങ്ങ് പിണങ്ങി. അയാളുടെ കുടുംബത്തിൽ ഏതോ ഒരു പയ്യനുണ്ടെന്ന്, ഒരു തയ്യക്കാരൻ. ഇപ്പൊ അവന് വേണ്ടി ആലോചന. ആ പെണ്ണിന്റെ കാര്യമാണെങ്കിൽ അച്ഛനോട് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. പെണ്ണ് കാണാൻ അവർ നാളെ വരും അത്രേ. ഈ കുഞ്ഞുള്ളത് കൊണ്ടാ അച്ഛന് വിഷമം. വാസുവേട്ടന് കുഞ്ഞിനോട് മാത്രമേ സ്നേഹം ഉണ്ടാവൂന്ന്. അച്ഛനോട് വാസുവേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന് വാസുവേട്ടൻ തന്നെ പറയും. രോഗിയായ അച്ഛൻ മാത്രമേ എനിക്കുള്ളൂ. പറയുന്നത് കേട്ടില്ലെങ്കിൽ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല. കല്യാണം കഴിയണവരെ അച്ഛൻ പറയണ പോലെ തന്നെ ചെയ്യാം. മോളെ ആരെങ്കിലും ഏൽപ്പിക്കാം. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാലോ. വാസുവേട്ട, ഓർമ്മ വെച്ചപ്പോ തൊട്ട് എന്റെ മനസ്സിൽ വാസുവേട്ട മാത്രമേ ഉള്ളൂ.
വാസുവേട്ടനെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല, ഒരിക്കലും. ഒരിക്കലും എനിക്കും കഴിയില്ല. ആരെ വേണമെങ്കിലും എന്നിൽ നിന്ന് അകന്നു പൊയ്ക്കോട്ടെ, എനിക്ക് നീ മാത്രം മതി. നീ മാത്രം. നീയാണ് എന്റെ ജീവൻ. മോളെ ഗീതേ, വാസു ഇവിടെ പോയി? അമ്മാവൻ കഞ്ഞി വെക്കാൻ തോന്നുന്നു. എടി മോളെ, അമ്മാവനെ എന്തിനാ ഇതിനൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? കഞ്ഞിവെക്കലൊക്കെ നിനക്കായിക്കൂടെ? അതിന് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അമ്മാവൻ സമ്മതിക്കണ്ടേ? ഞാൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ അമ്മാവന്റെ വിചാരം. അപ്പോ നീ കൊച്ചുകുട്ടിയല്ലേ? നോക്ക്, ആർക്കാ ഉയരം കൂടുതൽ? അതെനിക്ക് തന്നെ. ഇപ്പോഴോ? സമ്മതിച്ച് സമ്മതിച്ച്. ഓ, നേരം വെളുത്തു തുടങ്ങി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ജാതകം തമ്മിൽ എന്തോ പൊരുത്തക്കേടുണ്ട് കുഞ്ഞെ. നമ്മുടെ ആ കൃഷ്ണപ്പണിക്കരെ വിളിച്ചൊന്ന് നോക്കിക്കണോന്ന് വിചാരിക്കുക. എടാ, മനുഷ്യനെ എവിടെയെങ്കിലും ഒന്ന് നിർത്തുവായി ഇവള്. എടീ, കുടുംബത്തിനെ അരിവന്തം നോക്കുന്ന പെണ്ണുങ്ങൾ ആണുങ്ങളല്ല. ഓ, അമ്മാവാ, ഞാൻ റെഡി. പൊട്ട്. നോക്കൂ, ഇന്നലെ ഞങ്ങളുടെ മലയാളം മാഷ് പറഞ്ഞെന്ന കഥയാ. മാഷ്ക്ക് പഠിപ്പിക്കുന്നതിൽ ഇഷ്ടം കഥ പറയാനാ.
അതിനു വേണ്ടി ആ കണക്ക് മാഷ് ക്ലാസ്സിൽ വന്ന് കയറിയാ തുടങ്ങും A² + B² എന്നും പറഞ്ഞ്. വത്സ, എന്തോ കല്ലുകൾ സൂക്ഷിച്ചു കേറ്റു. എല്ലാ കല്ലിലും ഈശ്വരനുണ്ട്. കല്ലുകൾക്ക് നോവാതെ കേറ്റു. ഡ്രൈവർ സ്വാമി മനസ്സിലായില്ല. വത്സ, ഈ കല്ലുകൾ ഉടച്ച് റോഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അത് തന്നെ വിഗ്രഹമാക്കി അമ്പലങ്ങളിൽ വെച്ച് പൂജിക്കുന്നു. എല്ലാ കല്ലിലും ഈശ്വരനുണ്ട്. പെണ്ണ് അന്വേഷിച്ച് നടന്നു നടന്ന് ഭഗവാനെ ഇപ്പം ഈ ഗതി ആയല്ലോ. പെണ്ണെന്ന പദത്തിനെന്തർത്ഥം? എല്ലാം മിഥ്യ. ബ്രഹ്മചര്യം ബഹുദിവ്യം. വേറെ പണിയുണ്ട് സ്വാമി. ജഗദീശ്വര, ആശ്രിത വത്സല, സ്വാമിയേ ശരണമയ്യപ്പ. ദൈവമേ.